ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു സെമിനാറിന് പോവാണ്, അതും തിരുവല്ലയിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വഴിയുള്ള രസകരമായ കാഴ്ചകൾ നമുക്ക് കാണാം. രാവിലെ 4 മണിക്ക് പോകണുണ്ടാണോന്ന് അറിയില്ല. ഉണരുമ്പോൾ ഭക്തിയുടെ മാർഗത്തിൽ നിന്ന് ചലിക്കണമെന്ന് വണ്ടിക്കാരൻ അറിയണ്ടാവും. അതുകൊണ്ട് ഭക്തിഗാനങ്ങൾ മാത്രമേ വണ്ടിക്കാരൻ പ്ലേ ചെയ്തിട്ടുണ്ടായുള്ളൂ. പിന്നെ പോണ വഴിക്ക് നല്ല കോടയൊക്കെയുള്ള കാരണം അതൊക്കെ ഒരു രസമായിരുന്നു. പിന്നെ ഒരു 7 മണിയായപ്പോഴേക്കും മുണ്ടക്കയം എത്തി. അവിടെ എത്തിയതേ ഗംഗാനും സീതനും കൂട്ടി. അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ ആകെ അവശനിലയായിരുന്നു. പിന്നെ വിശക്കാനും തുടങ്ങി. അപ്പോൾ നേരപ്പോഴേക്കും ഒരു ചായ കുടിച്ചു. പിന്നെ യാത്ര ഒട്ടും വളവും തിരിവില്ലാത്ത വഴി ആയതുകൊണ്ട് തലയ്ക്കൊക്കെ നല്ല സുഖമായിരുന്നു. അതാണ് ഈ ഇരിപ്പ്. അതാണ് ആ ക്ഷീണം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയം എല്ലാവരും കൂടെ ഒരു ടൂർ പോകുന്നുണ്ട്. തിരുവല്ല. നമുക്ക് വേറൊരു കൂട്ടുകാരിയെ പരിചയപ്പെടാം. ഇഞ്ചിമുട്ടായി തിന്നുന്ന കൂട്ടുകാരി. നല്ല അടിപൊളി വഴിയിലൂടെ നമ്മൾ വന്നത്. ശരിക്കൊരു ടൂർ ഫീലായിരുന്നു. വണ്ടി പെരിയാറ് അതുകൊണ്ട് അതുപോലെ പിന്നെ ആൾ ഛർദ്ദിച്ചു. നമ്മുടെ ബ്ലോഗർ ഛർദ്ദിച്ചു. നൈസായിരുന്നു ട്രിപ്പ്, അടിപൊളി. ഞങ്ങൾ വിത്തൗട്ട് മേക്കപ്പാണ് കഴിച്ചത്. അവിടെ ചെറുതാണ് സെറ്റായ. ഓക്കെ ബൈ ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ അല്ല, എനിക്ക് പേടിയില്ലാത്തോണ്ട് നമ്മളിപ്പോ ചങ്ങനാശ്ശേരി എത്തി. എന്നിട്ട് രാവിലെ തന്നെ നമ്മളിങ്ങനെ പുലർച്ചെ തന്നെ ഇറങ്ങി വന്നോണ്ട് നമ്മൾ 4 മണിക്ക് ഇറങ്ങിയതാ. അപ്പൊ വിശന്നിട്ട് കുടൽ കഴിഞ്ഞു. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാതാണ്. പക്ഷെ ഫുഡൊന്നും കണ്ടുള്ള ഒരു കട പോലെ ഈ ഏരിയയിലില്ല. സിറ്റിയാന്ന് പറയുന്നവരോട് ഇവിടെ ഒരു കട പോലും ഇല്ല. ഞങ്ങൾ കുടവയർ കത്തിപ്പോയി. നടന്ന് ഫുഡ് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ചായക്കട കയറി. അവിടെ എത്തി. ഗംഗയുടെ അമ്മ നല്ല അട കൊടുത്ത് വിട്ടുണ്ടായി, അതും കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി ഞങ്ങൾ തിരുവല്ല എത്തി. ഇപ്പോഴേ തിരുവല്ലയിൽ നിന്ന് ഇറങ്ങേണ്ടതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് കിട്ടിയൊരു ബാത്റൂമിൽ കയറി മേക്കപ്പ് തുടങ്ങി. പിന്നെ കിട്ടിയതൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എനിക്കും വിശപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങളൊരു മസാല ദോശ ഹാഫ് എടുത്തു. ബാക്കി എല്ലാവരും വേറെ എന്തൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു ഓട്ടോ പിടിച്ച് കോളേജിലേക്ക് റൈഡ് ചെയ്തു. ഇതാണ് ആ കോളേജ്. മാക്ഫാസ്റ്റ് എന്നാണ് കോളേജിൻ്റെ പേര്. സമയം എത്ര മണി? 11:04. 10 മണിക്കാണ് ഇവിടെ എത്താൻ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ കറക്റ്റ് സമയം പാലിക്കുന്നവരായതുകൊണ്ട് 11:04 ഇവിടെ എത്തി. ഞങ്ങൾ ഒരു ദൂരെ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ കാര്യം പറയാണ്ട് നമുക്ക് നമ്മുടെ സ്റ്റേയുടെ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസത്തിനാണ് 500 രൂപ. ഡിസപ്പോയിൻമെന്റ് ആയിട്ട് ഒരു ദിവസത്തിന് 500 രൂപ. ഞങ്ങൾ എന്ത് ചെയ്യും ചൊവ്വാഴ്ച രാത്രി കൂടുതലാണ് അല്ലേ പറയും. ഒരു ദിവസം 500 രൂപ ഭയങ്കര കൂടുതലാണ്. To research and innovation, I invite Professor Dr. Verghese Kicharian, Principal of MacFast, and Mr. Sujit Nair, Technical Lead at SPM Pharmatic. എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേസ് അവിടെ. നമ്മളിപ്പോൾ വന്നുള്ളൂ. 1.5 മണിക്കൂറായപ്പോഴേക്കും നമുക്ക് ടീ ബ്രേക്ക് കിട്ടി. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകും. ചായ കുടിച്ചില്ല. ആൽബർട്ടിൻ്റെ ചങ്കാണ് കേസ്. എന്താ സംസാരിച്ചേ അയാളോട് എന്താ സംസാരിച്ചേ? ചായ കുടിച്ചോ, ചോറുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ ബിസ്ക്കറ്റ്? പിന്നെ 2 മണിക്കൂർ കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ സമയം. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ബിരിയാണി ആയിരുന്നു. വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ബിരിയാണിയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനത്തെ ഒരു ബിരിയാണി ആയിരുന്നു ഇത്. എക്സ്പ്രഷൻ കണ്ട സൂപ്പർ ബിരിയാണിയാണ്. ചൂട് ബിരിയാണിയും സർലാസ് കൂട്ടിയൊരു കുഴവഴക്കി, ചിക്കൻ ഒരു ഇത്തിരി, പപ്പടം ഒരു പിടിക്ക്, കുഴച്ചിട്ടൊരു
ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഒരു നടത്തം അത് നിർബന്ധമാണല്ലോ. അതുകൊണ്ട് അവിടുത്തെ പ്രകൃതി രമണി ആസ്വദിക്കാമെന്ന് കരുതി ആസ്വദിക്കുന്നതിൻ്റെ കൂടെ 4-5 ഫോട്ടോസും എടുക്കുന്നതാണ് ഈ കാണുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ സമയം എത്ര മണി? 3:15. നമ്മൾ കറക്റ്റായിട്ട് വന്നിരുന്ന് 10 മിനിറ്റ് ആകുമ്പോഴേക്കും ബ്രേക്ക് ആവാം. ചോറുണ്ട്, ബ്രേക്കായി. അത് ചായ കുടിക്കാൻ ബ്രേക്കായി. ചായ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് ചായ കുടിച്ചിട്ട് അപ്പഴത്തേക്ക് ചോറിനാറാവുന്നതായിരിക്കും. ഫുൾ ടൈം തീറ്റ മാത്രമേ ഉള്ളൂ. കാര്യമില്ല. 8 മണി വരെ ഉണ്ടെന്ന് പറയണത്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കൾച്ചർ പ്രോഗ്രാംസ് ഡാൻസ് പാട്ട് ഇതുവരെ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു സെമിനാറിന് വന്നിട്ട് ഒരു ഡാൻസ് പാട്ട് പക്ഷെ ഇവിടെ ഉണ്ടാവും. ഏതാ കോളേജിൽ ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞു കൊടുക്കാം. മാക് ഫെസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ഫുൾ നെയിം ഒക്കെ അങ്ങനെ കിട്ടും. ഫോർ ഹൈ. ഇപ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാണ്? നമ്മുടെ പുതിയ സെമിനാർ. എന്തിൻ്റെ സെമിനാർ? ഫങ്ഷണൽ ഫുഡിൻ്റെ സെമിനാർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യണം. നമ്മളിലേക്ക് 408 ഐക്കാണ് പോകുന്നത്. ഹോസ്റ്റലിൽ പടിവാതിക്കലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4 നില നടന്ന് കയറണോ? ഏയ് വേണ്ട, ഞാൻ വിളിച്ചോളാം. അയ്യോ, ഇതാണ് കേസ് ഞങ്ങളുടെ മുറി. ഞങ്ങളുടെ 3-4 മുറിയാണ് കേസ്. ഞങ്ങളിപ്പോൾ വെറുതെ ചായ കുടിക്കാൻ പോവുകയാണ്. ഒരു എന്റർടൈൻമെന്റ് ചായ കുടിക്കാൻ പോവാണ് ഗൈസ്. എനിക്ക് വേണം ചായ. ഏതാ ഫ്ലാറ്റ്? അവിടെ ഒരു സാധനം കാണുന്നുണ്ടെങ്കിൽ അതാണ് ഇവരുടെ ഹോസ്റ്റൽ. ആരെഞ്ചിയുടെ മൊത്തം എക്സ്പ്രഷൻ നോക്കി അത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ആരെങ്കിലും എത്ര ടേസ്റ്റ് ഉണ്ടെന്ന്. ഗ്ലാസ്സിലോട്ട് ഇട്ട ഒരു വീഡിയോ എടുക്കും ഇങ്ങനെ. പൊളിയായിരിക്കും. നമ്മളെവിടേക്കാണ് പോകുന്നത് മല്ലി? ബോയ്സ് ഹോസ്റ്റൽ. താണ്ടി മലയെല്ലാം താണ്ടി ദൂരമാ. സത്യം നമ്മുടെ കോളേജിന്റെ ഇരട്ടിയുണ്ട്. ഇവിടെ കോളേജ് വെറും 3 നില ബിൽഡിംഗ്. ഇത് അതിനേക്കാ എവിടെ പോയാലും മണം. അവന്റെ അമ്പലമ്മാവൻ നോക്ക്. അമ്പിളിയമ്മാവ താമരക്കൊമ്പിളിലെന്തുണ്ട് തിരുപ്പാടും ബാക്കിക്കറിയില്ലല്ലോ. തീട്ടമല്ലി
വൈകുന്നേരത്തെ ഫുഡിൻ്റെ സമയം. വൈകുന്നേരത്തിന് എന്തിട്ടായിരുന്നു ഫുഡെന്ന് വെച്ചാൽ ചോറ്, മോര് കാച്ചിയത്, പയർ, ബ്രെഡ്, അച്ചാറൊക്കെ ആയിരുന്നു. സാലഡും ഉണ്ടായിരുന്നു. പിന്നെ പരദൂഷണ ടൈം ആയിരുന്നു. ഞങ്ങളെല്ലാം റെഡിയായി ഗൈസ്. ഇന്ന് സെക്കൻഡ് ഡേ ആണ് നമ്മളപ്പോൾ സെക്കൻഡ് ഡേക്ക് വേണ്ടി നമ്മളിന്ന് അടുത്ത ക്ലാസ് കേൾക്കാൻ വേണ്ടി പോവാണ്. ഇന്നും എന്തിനു വേണ്ടി നടക്കുന്ന സംഭവമാണ്. എന്ത് പറയണമെന്നും എന്ത് ചെയ്യണമെന്നും ഞങ്ങൾക്കറിയില്ല. ഇന്ന് 9 മണിക്കായിരുന്നു അവിടെ എത്തേണ്ടത്. ഇപ്പോൾ 9 മണി. ഇപ്പം എത്ര മണിയാടി? വെറും 1 മണിക്കൂറാണ് ഞങ്ങൾ ലേറ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ ഇന്ന് ക്ലാസ് കേൾക്കാൻ പോവാണ്. നമ്മുടെ ക്ലാസ്സിന് പോകാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്ത് ഇവരെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി നമ്മളോട് ക്ലാസ് പറഞ്ഞു. ഞങ്ങൾ ഇത്രയും ആത്മാർത്ഥതല്ല. 500 രൂപ എടുത്തുള്ള പിള്ളേർ വേറെ എവിടെയില്ല. chocolate, Legia, these are all available. We had done the technology transfer. And aloe vera, when we go for ഗൈസ്, നല്ല വെയിലാണ്. കാണണോ എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. നമുക്ക് വിഷയമുള്ള കാര്യമില്ല. എല്ലാവരും കൂടി ചായ കുടിക്കാൻ ഇറങ്ങിക്കാണ്. പക്ഷെ ഒരു ടെൻഷൻ ഉണ്ടാവില്ലോ. ബൈ ഗൈസ്. രാകേഷുള്ള ഒരുപാട് കമ്പനിക്കാരൊക്കെ എത്തി. വന്നത് ഓർമ്മയുള്ളൂ. എല്ലാവരുമായിട്ട് കമ്പനിയായി. ഇവിടെ ജർമ്മനിക്കാരൊക്കെ ഉണ്ട്. എല്ലാ കാര്യക്കാരും ഉണ്ട്. നമ്മൾ ഫുഡ് കോർട്ട് കാട്ടിത്തരാം. ഇതാണ് ഫുഡ് കോർട്ട്. ചായ കുടിക്കാൻ പോവാണ്. ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. അവിടെ ചെന്ന് 2 പപ്സൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോന്നു. അപ്പോഴേക്കും ഉച്ചയ്ക്ക് മത്തയും കറി, മീൻ കറി, ക്യാബേജൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വെജിറ്റേറിയൻ ആണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് കൈപ്പയ്ക്ക എക്സ്ട്രാ കിട്ടി ഗൈസ്. ഇതാണ് കൈപ്പയ്ക്ക. ഞങ്ങൾ റൂമൊക്കെ കാലിയാക്കി പോവാണ് ഗൈസ്. ഞങ്ങളിത് എല്ലാവരും ഇറങ്ങി. ഇനി ഞങ്ങളും കൂടി ഇറങ്ങാനുള്ളൂ. വാതിൽ പൂട്ടി ഇറങ്ങാൻ പോവാണ്. ബൈ. അവരെല്ലാവരും തിരിച്ച് ഇടുക്കിക്ക് പോയി. ഞാൻ ട്രെയിൻ കയറി തൃശ്ശൂർക്ക് എൻ്റെ വീട്ടിലേക്കും പോന്നു. ബൈ ഗൈസ്. ആ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക.